നമസ്കാരം. സകല നീക്കങ്ങളിലും പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇറാന് മുന്നിൽ ട്രംപ്. ഏറ്റവും ഒടുവിൽ ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കുമ്പോൾ ഇറാനെ തുടച്ചു നീക്കും എന്ന ഭീഷണി ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തി നിർത്തുമ്പോൾ ട്രംപ് വീണ്ടും പിൻവാങ്ങുകയാണ്. ഒരു മാസത്തിലേറെയായി പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായി എന്നതിൻ്റെ സൂചനകൾ പുറത്തുവരികയാണ്. ഇറാനും US-ഉം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നു വന്ന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ. ട്രംപിന്റെ മുന്നോട്ടുപോക്കിൽ ഒരു തിരിച്ചടി, ഒരാഘാതം ഏറ്റു എങ്കിലും ലോകത്തിന് ആശ്വസിക്കാനുള്ള വകുപ്പായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വെടിനിർത്തൽ സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത് ലോകത്തിനാകെ ആശ്വാസമായി. വമ്പൻ വീരവാദങ്ങളുടെയും ഇറാനെ തുടച്ചു നീക്കാനുള്ള അന്തിമ യുദ്ധത്തിന്റെയും പ്രഖ്യാപനം ട്രംപ് നടത്തി മണിക്കൂറുകൾക്കകമാണ് വെടിനിർത്തൽ. ഒരർത്ഥത്തിൽ ട്രംപിന്റെ പരാജയങ്ങൾ, പിൻവാങ്ങലുകൾ ലോകത്തിന്റെ നെഞ്ചിടിപ്പ് കുറക്കുന്നു, ആശ്വാസ കാറ്റ് ഉയർത്തുന്നു. അതുപോലെ ഒന്ന് സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഇറാൻ യുദ്ധത്തിന്റെ താൽക്കാലിക വെടിനിർത്തലും അനുബന്ധ സംഭവങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഹോർമുസിനെ മുൻനിർത്തിയായിരുന്നു ട്രംപിന്റെ അവസാനത്തെ ഭീഷണി. അതേസമയം ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. ആക്രമണങ്ങൾ നിർത്തിയാൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് നിബന്ധനകളോടെ സമ്മതിച്ചതായി ഇറാൻ പരമോന്നത സുരക്ഷാ കൗൺസിൽ അറിയിച്ചു എന്ന് അബ്ബാസ് അരാക്ചി പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ 2 ആഴ്ചത്തേക്ക് അനുവദിക്കും. ഇതും ഇറാൻ വിദേശകാര്യമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് വെടിനിർത്തൽ വന്നിരിക്കുന്നു. ഇതേസമയം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ഫീൽഡ് മാർഷൽ അസീം മുനീറുമായുള്ള സംഭാഷണങ്ങളുടെ പിന്നാലെ ബുധനാഴ്ച രാത്രി ഇറാനിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ച വിനാശകരമായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമാന്തരമായി പ്രഖ്യാപിച്ചു. ഹോർമുസ് തുറക്കുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിന് സമ്മതിക്കുകയാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകുകയാണെങ്കിൽ ഇറാനിലെ ആക്രമണങ്ങൾ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കുന്നു. ഇതൊരു ഇരുപക്ഷ സമ്മതത്തിലുള്ള വെടിനിർത്തലായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം ഞങ്ങൾ ഇതിനകം എല്ലാ സൈനിക ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും അതിനപ്പുറം പോവുകയും ചെയ്തു എന്നതുകൊണ്ട് കൂടിയാണ്. ഇറാനുമായുള്ള ദീർഘകാല സമാധാനം സംബന്ധിച്ച ഒരു ഉടമ്പടിയിലേക്കും ഞങ്ങൾ കടക്കുകയാണ്. ഒപ്പം മധ്യേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും നല്ല പുരോഗതി ഉണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം US-ന് മുന്നിൽ 10 നിർദ്ദേശങ്ങൾ വെച്ചതായും വെളിപ്പെടുത്തി. ഇറാനിൽ നിന്ന് ഞങ്ങൾക്ക് 10 നിർദ്ദേശം ലഭിച്ചു. അത് ഇനിയുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കാവുന്ന കാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുൻകാല തർക്കങ്ങളിലെ മിക്കവാറും കാര്യങ്ങൾ ഇതിനകം തീരുമാനം ആയിട്ടുണ്ട്. എന്നാൽ 2 ആഴ്ചത്തെ ഇടവേള അന്തിമ കരാറിനുള്ള അവസരമാക്കാൻ ആലോചിക്കും എന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന്റെ ദീർഘകാല സമാധാനത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പാകും ആ 10 നിർദ്ദേശം എന്ന് ഇതോടെ ഉറപ്പായി. ഇറാൻ ട്രംപിന് മുന്നിൽ വെച്ച 10 നിർദ്ദേശം എന്താണ്? ആ 10 നിർദ്ദേശങ്ങൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവ ഇങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം. 1. ഹോർമുസ് കടലിടുക്കിന് മേൽ സാമ്പത്തിക നിയന്ത്രണം ഇറാന്റെ അവകാശമാണ്. 2. ഭൗമ രാഷ്ട്രീയ നിലനിൽപ്പിന് ഹോർമുസിലെ ഇറാന്റെ അവകാശം അംഗീകരിക്കണം. 3. ഹോർമുസിൽ ട്രാൻസിറ്റ് പ്രോട്ടോകോൾ നടപ്പാക്കാൻ അനുവദിക്കണം. 4. ഇറാൻ മുഴുവൻ സഖ്യകക്ഷികൾക്ക് നേരെയുമുള്ള ഇറാന്റെ പേരിലുള്ള ആക്രമണം US-ഉം നെതന്യാഹുവും സഖ്യകക്ഷികളും നിർത്തണം. ഗൾഫ് മേഖലയിലെ US സാന്നിധ്യം പിൻവലിക്കണം. 6. ഇറാന് സമ്പൂർണ്ണ നഷ്ടപരിഹാരം നൽകണം. 7. ഇറാന് എതിരായ ഉപരോധങ്ങൾ നിർത്തണം. 8. വിദേശത്ത് മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ വിട്ടു നൽകണം. 9. ഉപരോധങ്ങൾ നീക്കുന്നത് UN വഴി ഒരു കരാറാക്കണം. 10. ഈ തീരുമാനങ്ങളെല്ലാം UN സെക്യൂരിറ്റി കൗൺസിൽ വഴി നിയമപരമാക്കണം. ഈ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇതിന്മേലാണ് ഇനിയുള്ള ചർച്ചകൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് ആത്യന്തിക സമാധാനത്തിലേക്ക് നയിക്കപ്പെടും എന്ന് ട്രംപ് ശുഭവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള യുദ്ധ നീക്കങ്ങൾ നടത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുകയും തിരിച്ചടിക്കുകയും ഇറാൻ അവർക്കാവുന്ന വിധത്തിലുള്ള തിരിച്ചടിക്ക് നീക്കം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായി ഇറാന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. അത് മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് ഈ 10 നിർദ്ദേശം നയിക്കും എന്ന് നമുക്ക് കരുതാം. പരമാധികാര രാഷ്ട്രത്തിന് മേൽ മറ്റൊരു രാഷ്ട്രം നടത്തിയ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിരക്കാത്ത ഒരു നീക്കത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപിനെയും ഈ കരാറുകളിലൂടെ എത്തിക്കും എന്ന് നമുക്ക്
പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. ഇതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്തു. ഒപ്പം ലെബനനിലും വെടിനിർത്തലിന് സമ്മതിച്ചതായാണ് പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. 10 നിർദ്ദേശങ്ങളിൽ ഒന്ന് സഖ്യകക്ഷികൾക്ക് എതിരായ ആക്രമണമാണല്ലോ. ഇറാനും US-ഉം അവരുടെ സഖ്യകക്ഷികളും ലെബനനിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉൾപ്പെടെ ഉടൻ വെടിനിർത്തലിന് സമ്മതിച്ചതായി അറിയിച്ചു. എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്നതിന് ഏപ്രിൽ 10 ഇസ്ലാമാബാദിലേക്ക് അവരുടെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇസ്ലാമാബാദ് ചർച്ചകൾ സുസ്ഥിരമായ സമാധാനം നേടുന്നതിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ ശുഭവാർത്തകൾ പങ്കുവെക്കാൻ കഴിയും എന്നുമാണ് ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ്. അവരുടെ മധ്യസ്ഥതയിൽ ഈ ചർച്ചകൾ ശുഭകരമായി അവസാനിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പാകിസ്ഥാന്റെ നീക്കങ്ങളെ പക്ഷേ തുടക്കത്തിൽ ഇറാൻ സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ US പാകിസ്ഥാനെ വിശ്വസിച്ചു. അവരെ മുൻനിർത്തിയാണ് സമാധാനത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നിർണായകമായ നീക്കം, പ്രധാന തീരുമാനം ഒക്കെ വരുന്നത്. ഇതേസമയം വെടിനിർത്തലിന് ശേഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ തുടരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന് നേരെ സൈനിക നടപടി തുടരുന്നതായി ഇസ്രായേൽ വക്താവിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഈ തീരുമാനത്തെക്കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല. യുദ്ധം പാതി വഴിക്ക് നിർത്തുന്നത് തോറ്റുമടങ്ങുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഞാൻ പറയുന്നത് നെതന്യാഹു അനുസരിക്കുമെന്ന് തൊട്ട് മുൻ ദിവസങ്ങളിൽ ഒന്നിലാണ് ട്രംപ് പറഞ്ഞത്. ഈ സമാധാന കരാറും നെതന്യാഹുവിനെ കൊണ്ട് അംഗീകരിപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്നാൽ അപ്രതീക്ഷിതമായ ഈ തീരുമാനത്തിലേക്ക് ട്രംപിനെ എത്തിച്ചത് എന്താണ് എന്നത് പ്രധാന ആകാംക്ഷയാണ്. നേരത്തെ നൽകിയ അന്ത്യശാസനവും സമയം തീരുമ്പോൾ വമ്പൻ യുദ്ധം, ഇറാനെ തുടച്ചു നിൽക്കാനുള്ള പ്രഖ്യാപനം ഒക്കെയായിരുന്നു ട്രംപ് നടത്തിയത്. എന്നാൽ പതിവ് പോലെ ഇതും വീരവാദത്തിനപ്പുറത്ത് ട്രംപിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങളുടെ തുടർച്ചയായി കരുതി. നിലവിൽ US-നെ സാമ്പത്തികമായും ഉലച്ചു കളഞ്ഞ യുദ്ധം ട്രംപിനെതിരായ വികാരത്തെ ആളിക്കത്തിച്ചതാണ് അതിന്റെ പശ്ചാത്തലം. ലോകമാകെ ട്രംപിനെതിരായി. ഈ സാഹചര്യത്തിൽ ട്രംപ് യുദ്ധം തുടരില്ല എന്ന ഉറച്ച പ്രതീക്ഷ ലോകത്തിന് ഉണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള അന്ത്യശാസനത്തിന്റെ സമയം കഴിയും മുമ്പ് ഇറാനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും ഇനി കൊടും യുദ്ധമാണെന്നുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ഊർജ്ജ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാൻ ശക്തമായ നിലപാട് പറഞ്ഞതാണ് ഈ സമാധാന കരാറിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിലെ അടിസ്ഥാന ജനതയെ ഒന്നാകെ ഇറാനെ രക്ഷിക്കാൻ രംഗത്തിറക്കും എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും സുരക്ഷാ മനുഷ്യച്ചങ്ങലകൾ തീർക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. 1.4 കോടി ജനങ്ങൾ US ആക്രമണത്തിനിറങ്ങിയാൽ പ്രതിരോധിക്കാൻ അണിനിരക്കും മനുഷ്യച്ചങ്ങലയിൽ എന്ന് ഇറാനെ US-ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തിരിച്ചടിച്ചു. ഊർജ്ജ നിലയങ്ങൾ രാജ്യത്തിന്റെ സ്വത്തും മൂലധനവും എന്നും US അത് ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ രാജ്യമാകെ അണിനിരക്കണം എന്നും യുവാക്കളോടും കായിക താരങ്ങളോടും കലാപ്രവർത്തകരോടും അധ്യാപക വിദ്യാർത്ഥികളോടും ഇറാൻ ആഹ്വാനം ചെയ്തു. രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ ഭിന്നത മാറ്റിവെച്ച് രാജ്യത്തെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണം എന്ന് പരമോന്നത സമിതിയുടെ അധ്യക്ഷൻ അലി റേസ റഹീമി ആഹ്വാനം ചെയ്തു. ഇതോടെ ഇറാൻ ജനത വൈകാരികമായി പ്രതികരിച്ചു തുടങ്ങി. രാജ്യസ്നേഹത്തിൽ ഊന്നിയുള്ള പോരാട്ടത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് US-ഉം തിരിച്ചറിഞ്ഞു. അതിനെ മറികടക്കാൻ ഒരു സംസ്കൃതി ഒന്നാകെ ഇന്ന് രാത്രി മൃതിയടയും എന്ന പ്രഖ്യാപനം ട്രംപ് തിരിച്ച് നടത്തിയെങ്കിലും പക്ഷേ ട്രംപിന് അപകടം മണത്തു. ഇതോടൊപ്പം ലോകരാജ്യങ്ങൾ എതിരായി തുടങ്ങി. പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായി. നേരത്തെ തന്നെ ഫ്രാൻസും ബ്രിട്ടനും ഓസ്ട്രേലിയയും അടക്കം കനത്ത എതിർപ്പുയർത്തി രംഗത്ത് വന്നതാണ്. പുതിയ നീക്കത്തെ തുടർന്ന് ന്യൂസിലാൻഡ് അതിശക്തമായി പ്രതികരിച്ചു. ഇറാനിൽ ആക്രമണം നടത്തരുത് എന്നും യുദ്ധം ഇനിയും തുടരരുത് എന്നും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ട്രംപിനോട് അഭ്യർത്ഥിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം ട്രംപിന്റെ നീക്കം നിയമവിരുദ്ധമാണ് എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കരുത്. ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ അവകാശമാണ്. അതില്ലാതാക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായ നടപടിയാണ്. പൗരരെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകൃത്യമാണ് എന്നും അങ്ങനെ ചെയ്യരുത് എന്നും ഗുട്ടറസ് പറഞ്ഞു. ട്രംപിന്റെ തീരുമാനത്തിൽ UN-ൽ റഷ്യയും ചൈനയും നടത്തിയ നീക്കം ഇതിൽ നിർണായകമായ മറ്റൊരു ഘട്ടമായി. ബഹ്റൈനെ മുൻനിർത്തി ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള സൈനിക നടപടിക്ക് UN വഴി നടത്തിയ നീക്കം പൊളിച്ച് റഷ്യയും ചൈനയും രംഗത്തെത്തിയത് ഇറാനെതിരായ സൈനിക നടപടി അംഗീകരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിയത് നിർണായകമായ പ്രധാന സമ്മർദ്ദ ശക്തിയായി ഇത് പ്രവർത്തിച്ചു. തങ്ങളുടെ സഖ്യകക്ഷിയായി ഇറാനെ കരുതുന്നു എന്ന വീറ്റോ പവർ ഉപയോഗിച്ച് പ്രഖ്യാപിച്ചതോടെ ട്രംപിന്റെ നീക്കം അപകടമാകും എന്ന് ഉറപ്പിച്ചു. ഹോർമുസിൽ സകല മാനവും പൊളിഞ്ഞ് കടലിൽ പോയി US-ഉം ട്രംപും നിൽക്കവെയാണ്
ബഹ്റൈൻ്റെ നീക്കം UN-ലെത്തിയത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും സമ്പൂർണ്ണമായി ഉപാധികളില്ലാതെ തുറക്കുക എന്ന ലക്ഷ്യത്തോടെ UN സുരക്ഷാ കൗൺസിലിൽ ബഹ്റൈൻ പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തതോടെയാണ് ആ പ്രമേയം പാളിപ്പോയത്. ബഹ്റൈൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി 11 രാജ്യങ്ങൾ വോട്ട് ചെയ്തു. പാകിസ്ഥാനും കൊളംബിയയും വിട്ടുനിന്നു. റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെ പ്രമേയം പരാജയപ്പെട്ടു. വീറ്റോ പവറുള്ള രാജ്യങ്ങളിൽ ഒന്ന് വീറ്റോ ചെയ്താൽ തന്നെ UN-ൽ പ്രമേയം നിലനിൽക്കില്ലല്ലോ. ഈ സാഹചര്യത്തിലാണ് റഷ്യയും ചൈനയും നിർണായക തീരുമാനം, ഇറാൻ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, ഇതാ നോക്കൂ എന്ന് പറഞ്ഞ് നിർണായക തീരുമാനം എടുത്ത് അവിടെ UN-ൽ പ്രഖ്യാപിച്ചത്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകളുള്ളപ്പോൾ ബഹ്റൈൻ നടത്തിയ ഈ നീക്കം തന്നെ സംശയകരമായിരുന്നു. നേരത്തെ UN-ന്റെ പിന്തുണയോടെയുള്ള സൈനിക നടപടിക്കാണ് ബഹ്റൈൻ ആദ്യം പ്രമേയവുമായി വന്നത്. ഹോർമുസ് ഇറാൻ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ലോകത്താകെയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടു. മാത്രമല്ല GCC രാജ്യങ്ങളിലടക്കം നിരന്തരം ആക്രമണം നടത്തുന്നു. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഉറപ്പാക്കുന്നതിനും സൈനിക നടപടിയടക്കം തേടിക്കൊണ്ടുള്ളതായിരുന്നു ബഹ്റൈൻ്റെ പ്രമേയം. എന്നാൽ ഈ പ്രമേയത്തിൻ്റെ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള അമേരിക്കൻ പക്ഷപാതിത്വം, ഇറാൻ വിരുദ്ധമായ നിലപാട് അവിടെ ചർച്ചയായി. ആദ്യമുണ്ടായിരുന്ന ഈ നിർദ്ദേശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും ഫ്രാൻസും എതിർപ്പ് പ്രകടിപ്പിച്ചു. ബലപ്രയോഗം UN-ന്റെ അംഗീകാരത്തോടെ ഇറാനിൽ നടപ്പാക്കുക എന്ന നിലപാടിനോട് ഈ 3 രാജ്യങ്ങളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതിൻ്റെ തുടർച്ചയായി പ്രമേയം പാസ്സാക്കാനുള്ള വിട്ടുവീഴ്ചയ്ക്ക് ബഹ്റൈൻ തയ്യാറായി. പാസ്സാക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ. പ്രമേയത്തിൽ നിന്ന് വിവാദമായ ആക്രമണ നടപടികൾ ആവശ്യപ്പെടുന്ന പരാമർശം, സൈനിക നടപടി എന്ന പരാമർശം നീക്കി. എന്നിട്ട് പരിഷ്കരിച്ച പ്രമേയം കൊണ്ടുവന്നു. അതോടെ എതിർപ്പുള്ള രാജ്യങ്ങൾ വീറ്റോ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന് വിട്ടുനിൽക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ബഹ്റൈൻ കരുതി. വിട്ടുനിന്നാൽ പിന്നെ പ്രമേയം പാസ്സാക്കപ്പെടാം ഭൂരിപക്ഷം വെച്ച്. പക്ഷേ വീറ്റോ ചെയ്താൽ അങ്ങനെയല്ല. വീറ്റോ ചെയ്താൽ പ്രമേയം നിലനിൽക്കുകയില്ല. വീറ്റോ പവറുള്ള രാജ്യം വീറ്റോ ചെയ്താൽ. ബഹ്റൈൻ പ്രമേയത്തിന്റെ കനം കുറച്ച് അങ്ങനെ അവതരിപ്പിച്ചു. റഷ്യയും ചൈനയും പക്ഷേ നിലപാടിൽ ഉറച്ചു നിന്നു. അവർ വിട്ടുനിൽക്കുക എന്ന നടപടിക്ക് പോലും തയ്യാറായില്ല. വീറ്റോയ്ക്ക് തന്നെ രംഗത്തിറങ്ങി. ഇത്തരം സാഹചര്യത്തിൽ ഹോർമുസിൽ ഇടപെടാൻ അനുവാദം നൽകുന്നത് യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്ഷം പിടിക്കുന്നതിന് തുല്യമാണ് എന്ന നേരത്തെയുള്ള നിലപാട് ഇവിടെയും റഷ്യയും ചൈനയും കൈക്കൊണ്ട്. അങ്ങനെ ബഹ്റൈൻ്റെ പ്രമേയം വീറ്റോ ചെയ്തു അവർ. റഷ്യയുടെയും ചൈനയുടെയും വിട്ടുനിൽക്കൽ ഉറപ്പാക്കി പ്രമേയം പാസ്സാക്കാമെന്ന ബഹ്റൈൻ്റെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പദ്ധതി റഷ്യയും ചൈനയും കൂടി പൊളിച്ച് കൈ കൊടുത്തു. ഈ വീറ്റോയിലൂടെ തങ്ങൾ ഇറാന്റെ ശക്തരായ സഖ്യകക്ഷികളാണെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിക്കുകയാണ് നിർണായക ഘട്ടത്തിൽ. അതോടെ ബഹ്റൈൻ അമേരിക്കയ്ക്ക് വേണ്ടി നടത്തിയ നീക്കം തകർന്നു. യഥാർത്ഥത്തിൽ ഹോർമുസിലെ നിലവിലെ സ്ഥിതി ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. തങ്ങളുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിൻ്റെയും US-ൻ്റെയും കപ്പലുകളെയാണ് ഞങ്ങൾ തടയുന്നത്. അതേസമയം ഞങ്ങളുടെ രാജ്യത്തിന് എതിരായ നീക്കം നടത്തുന്ന രാജ്യങ്ങളുടെ സഖ്യകക്ഷികളുടെ കപ്പലുകൾ കൂടി തടയും എന്നും അല്ലാത്തവർക്ക് ഒരു വിലക്കും ഇല്ല എന്നും ഇറാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ വിട്ടയക്കുന്നുമുണ്ട്. ഇക്കാര്യം ലോകത്തിന് മുന്നിൽ തെളിഞ്ഞതുമാണ്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹോർമുസ് അവർക്ക് കൂടി തുറന്നു കൊടുക്കുന്നത് ആലോചിക്കാം എന്നാണ് ഇറാൻ നിലപാട്. ഈ സാഹചര്യത്തിൽ ട്രംപ് പല വഴികൾ ശ്രമിച്ചിരുന്നു. ആദ്യം പല രാജ്യങ്ങൾക്ക് കത്തയച്ചു, ഇറാനിൽ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ആരും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് നാറ്റോ രാജ്യങ്ങളോട് ഹോർമുസിൽ ആക്രമണം നടത്തി തുറപ്പിക്കാൻ സഹായം തേടി. അവരും തള്ളി. ഒടുവിൽ US പിന്മാറുന്നു. വേണ്ടവർ സ്വന്തം റിസ്കിൽ പോയിക്കോ എന്നും പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്തു. അതിനും ശേഷമാണ് ഒരു സമയം ആദ്യം 48 മണിക്കൂർ നൽകി. അത് കഴിഞ്ഞ് ഇറാൻ തകർക്കുമെന്ന ഭീഷണി മുഴക്കി ഏറ്റവും ഒടുവിലത്തെ ഇടവേളയും കഴിയുകയാണ്. അപ്പോഴാണ് ബഹ്റൈൻ വഴി അവസാനത്തെ ഒരു ശ്രമം നടത്തിയത്. UN-നെ കൂടി വരുതിയിലാക്കി സൈനിക നടപടിയിലൂടെ സമ്മർദ്ദം രൂപപ്പെടുത്താനുള്ള തന്ത്രം. റഷ്യയും ചൈനയും അത് സുന്ദരമായി പൊളിച്ചു കൊടുത്തു. UN-ലെ ഈ നീക്കം പാളി എന്നതിനപ്പുറത്താണ് റഷ്യയും ചൈനയും കൈക്കൊണ്ട നിലപാടിൻ്റെ സാധ്യത. ഇറാനെതിരായ യുദ്ധത്തിൽ പരസ്യ നിലപാട് കൈക്കൊണ്ട് ലോകശക്തികളായ 2 രാജ്യങ്ങളുടെ രംഗപ്രവേശം കൂടി ആണ് സംഭവിച്ചത്. അതോടെയാണ് US-നിപ്പോൾ ഈ സമാധാന കരാറിലേക്ക് എത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇറാനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമായി പോയാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകൾ ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു UN-ലെ റഷ്യയുടെയും ചൈനയുടെയും നിലപാട്. ട്രംപ് കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങില്ല എന്നും ഇതുവരെ റഷ്യയുടെയും ചൈനയുടെയും സഹായം സ്വീകരിച്ച ഇറാൻ ഇനി പരസ്യമായ സഖ്യത്തിലേക്ക് കടക്കുമോ എന്നും ഒക്കെയുള്ള ആശങ്കയിലേക്ക് കാര്യങ്ങളെത്തി. ഒരു പരമാധികാര രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് എതിരെ ലോകം വൈകാരികമായി തന്നെ പ്രതികരിക്കും എന്ന് ഉറപ്പായിരുന്നു. അതിനനുസരിച്ച പ്രതികരണങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഭീഷണി പിൻവലിച്ച് താൽക്കാലിക വെടിനിർത്തലിലേക്ക്
കാര്യങ്ങൾ എത്തിച്ചത്, ഭാവിയിലേക്കുള്ള സമാധാന ചർച്ചകൾക്കുള്ള അരങ്ങ് ഒരുക്കുന്നതിലേക്കും എത്തിച്ചത്. US-നെതിരായി റഷ്യയുടെയും ചൈനയുടെയും രംഗപ്രവേശം യുദ്ധകൊതിയന്മാരുടെ പദ്ധതികൾ പൊളിച്ചു എന്നർത്ഥം. കാര്യം എന്തായാലും ലോകത്തിന് ആശ്വസിക്കാം. ട്രംപിന്റെ ഭീഷണി തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞുപോയല്ലോ എന്ന് സമാധാനിക്കാം. ഈ സമാധാനം ശാശ്വതമായി തന്നെ ഉണ്ടാകുന്ന വിധത്തിലേക്ക് തുടർന്നുള്ള ചർച്ചകൾ, ഏപ്രിൽ 10-ാം തീയതി അടക്കം പ്രഖ്യാപിച്ച ചർച്ചകൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.